വിഷ്ണു മണിപ്പൂരിലെ ലൈസാനിൽ എത്തിപ്പെട്ടിട്ട് കുറച്ചു കാലമായി. പ്രധാന പ്രത്യേകതയായി അവിടെ പറയേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും അവസാനം ഇലക്ട്രിസിറ്റി വന്ന നാടാണത്. അതിൻ്റെതായ ഒരു പഴമയും ഒരു വികസനത്തിൻ്റെ പിന്നോട്ടവസ്ഥയും ഒക്കെ നമുക്ക് കാണാം. നാട്ടിലെ കടബാധിതകൾക്ക് മുമ്പിൽ ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയായി കണ്ടത് ഈ നാട് ഉപേക്ഷിച്ച് പോവുക എന്നത് മാത്രമായിരുന്നു വിഷ്ണുവിനുണ്ടായിരുന്നത്. അങ്ങനെ ആകെയുണ്ടായിരുന്ന തൻ്റെ അച്ഛനെയും തൻ്റെ സഹധർമ്മിണിയെയും കൂട്ടി അവർ മണിപ്പൂരിലെ ലൈസനിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. അവിടെ തൻ്റെ ഒരു സുഹൃത്തുള്ളതായിരുന്നു വിഷ്ണുവിൻ്റെ ഏക പ്രതീക്ഷ. വലിയ പ്രതിസന്ധികൾ വന്നപ്പോൾ വിഷ്ണുവിനെ പോലെ തന്നെ നാട് വിട്ട് എത്തിപ്പെട്ടതാണ് രഘു അവിടെ. പിന്നീട് വന്ന കത്തുകളിലൂടെ രഘു അവിടെയാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു തന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നു, ആരോട് തൽക്കാലം ഇതൊന്നും പറയണ്ട എന്നുകൂടി രഘു ഇങ്ങോട്ട് എഴുതുന്നു. അങ്ങനെ ഇപ്പോൾ ഏകദേശം 4 മാസങ്ങൾ കഴിഞ്ഞു വിഷ്ണു അവിടെയായിട്ട്. നല്ല ഉൾപ്രദേശമായതിനാൽ ഓരോ വീടുകളും തമ്മിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വിഷ്ണു തൻ്റെ വീട്ടിലേക്ക് ചൂട്ടും കത്തിച്ച് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, എങ്ങനെയെങ്കിലും തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. അത് സാധാരണ പോലെ അവർ കടങ്ങളൊക്കെ വീട്ടിൽ ഒരു രാജാവിനെ പോലെ ആയിരിക്കണം പിന്നീട് ജീവിക്കേണ്ടതെന്നൊക്കെ ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്ന് രഘു പിന്നിൽ നിന്ന് വിളിക്കുന്നു. തൻ്റെ ഭാര്യ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കുകയാണ്, ഞാനും കൂടെ നിന്റെ വീട്ടിൽ നിന്ന് താമസിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. അതിനകത്ത് നീ വാ എന്ന് പറയുന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അവർ പറയുകയാണ്, ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സമ്പത്ത് വേണം, അതിനിപ്പോൾ ഈ പണികൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെയുള്ളവർ ആരെങ്കിലും കള്ളന്മാർ മോഷ്ടിക്കുമോ എന്ന് വിചാരിച്ച് മണ്ണിനടിയിൽ അവരുടെ ധനവും സ്വർണവും ഒക്കെ കുഴിച്ചിടാറുണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്കത് കിട്ടിയാൽ, ആ നിധി തിരിച്ചു കിട്ടിയാൽ അതുമായി നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാം, ആരും നമ്മളെ അന്വേഷിച്ച് വരില്ല, അങ്ങനെ നമുക്ക് രാജാക്കന്മാരായി ജീവിക്കാം എന്നൊക്കെ അവർ കണക്ക് കൂട്ടുകയാണ്. രണ്ടുപേരും ഓരോന്ന് പറഞ്ഞ് വിഷ്ണുവിന് വീട്ടിലേക്ക് നടന്നകന്നു. വീടിന് മുമ്പിൽ രഘു എന്തിലോ തട്ടി നിലത്ത് വീഴാണ്. എന്താണ് അതെന്ന് നോക്കാനായിട്ട് രണ്ടുപേരും ചൂട്ടിന്റെ വെളിച്ചത്തോടെ ശ്രദ്ധയോടെ നോക്കുന്നു. വിഷ്ണു ഞെട്ടിപ്പോവാണ്. അവിടെ ബോധരഹിതനായിട്ട് കിടക്കുന്നത് തൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ കഴുത്തിന്റെ താഴെ നിറയെ രക്തമാണ്. ആ രക്തം നിലത്ത് ഒലിച്ചിറങ്ങി തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് അച്ഛന് സംഭവിച്ചത്? വിഷ്ണു ആരോടൊന്നില്ലാതെ ചോദിച്ചു. ചിലപ്പോൾ ഏതെങ്കിലും മൃഗങ്ങളാവാം. അല്ല, എവിടെ നിന്റെ ഭാര്യ? അവർക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ? ഭീതിയോടെ അവർ രണ്ടുപേരും ആ വീടിന്റെ ഉള്ളിലേക്ക് ഓടിച്ചെന്ന് അവിടെ എല്ലാം അവളെ തിരക്കി. പക്ഷെ അവിടെ ഒന്നും ആരുമില്ലായിരുന്നു. പെട്ടെന്ന് അടുക്കളയുടെ ഭാഗത്തുനിന്ന് ഒരു ചിലങ്കയുടെ ശബ്ദം കേട്ട് അവർ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അവിടെ ഒരു പെൺകുട്ടി കഴുത്തിൽ അമർത്തിപ്പിടിച്ച് നിലത്ത് കിടന്ന് പിടയുന്നുണ്ടായിരുന്നു. അവിടെയെങ്ങും അടുത്ത് ആശുപത്രി ഇല്ലാത്തതിനാൽ പ്രാഥമിക മരുന്നുകളെല്ലാം വീട്ടിൽ ആവശ്യത്തിന് സൂക്ഷിച്ചിരുന്നു. സാരമായ പരിക്കുകൾ ഇല്ലാത്തത് ആശ്വാസമായി. കയ്യിൽ കിട്ടിയ മരുന്നെടുത്ത് അവളുടെ കഴുത്തിൽ വെച്ച് കെട്ടി. എന്താണ് ഇവിടെ സംഭവിച്ചത്? വിഷ്ണു ചോദിച്ചു. എവിടെയാണ് എൻ്റെ ഭാര്യ? അത് കേട്ട് ആ സ്ത്രീ വിറച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഒരു സാധാരണ സ്ത്രീയല്ല, അവർ ഒരു നരഭോജിയാണ്. സത്യം പറയൂ, നിങ്ങളും അത് തന്നെയാണോ? അത് കേട്ട് വിഷ്ണു ശരിക്കും ഞെട്ടി. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ കാര്യങ്ങൾ വിശദമായി പറയൂ. ഇന്നത്തെ ദിവസം കുറച്ച് മീൻ കൂടുതൽ എൻ്റെ ഭർത്താവ് കൊണ്ടുവന്നിരുന്നു. അത് നിങ്ങൾക്ക് നൽകാമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. പിന്നീട് ഞാൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നിങ്ങളുടെ അച്ഛനെ നിങ്ങളുടെ ഭാര്യ വാരി പുണരുകയാണ്. കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവർ. ഞാൻ കുറച്ചു സമയം ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതായി. പെട്ടെന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി നിലത്ത് വീണു. അപ്പോൾ നിന്റെ ഭാര്യ എന്നെ ശക്തമായി നോക്കി. ഞാൻ ഞെട്ടിപ്പോയി. അവളുടെ വായിൽ നിന്ന് രക്തം താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. സന്ധ്യ ആവാറായിട്ടുള്ളൂ എങ്കിലും അവിടെ മുഴുവൻ ഒരു പ്രത്യേക വെളിച്ചം അവിടെ ഉണ്ടായിരുന്നു. അവൾ നിങ്ങളുടെ അച്ഛനെ ചുംബിക്കുകയായിരുന്നില്ല, മറിച്ച് അവളുടെ ദാഹം തീർക്കാൻ നിങ്ങളുടെ അച്ഛൻ്റെ രക്തം കുടിക്കുകയായിരുന്നു. അതിനുശേഷം അയാളെ നിലത്തേക്ക് തള്ളിയിട്ട് ഗാഢമായി എന്നെ തന്നെ നോക്കുകയായിരുന്നു അവൾ. എന്നിട്ട് അവളുടെ നഖം ഉപയോഗിച്ച് അയാളുടെ നെഞ്ചിൽ എന്തൊക്കെയോ വരച്ചിട്ടു. പെട്ടെന്ന് അവൾ അപ്രത്യക്ഷയായി. ഞാൻ ചുറ്റും നോക്കി, അവിടെ ഒന്നും അവളില്ല. പെട്ടെന്ന് ആരോ എന്നെ പിന്നിൽ നിന്ന് തള്ളിയിട്ട് ഞാൻ എവിടേക്കോ തെറിച്ചു വീണു. ഞാൻ തെന്നി വീണത് അടുക്കളയിലായിരുന്നു. എന്നെ തള്ളിയിട്ടത് അവളായിരുന്നു. എൻ്റെ കഴുത്തിൽ അവൾ ആഞ്ഞു കടിച്ചു.
ഞാൻ വേദനയോടെ പിടഞ്ഞു, അലറിക്കരഞ്ഞു. പെട്ടെന്ന് എൻ്റെ ബോധം പോയി. പിന്നെ കാണുന്നത് ഞാൻ നിങ്ങളെയാണ്. അവർ പറയുന്നതെല്ലാം കേട്ട് അവർ രണ്ടുപേരും അന്തം വിട്ടുപോയി. എടാ, അവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നിന്റെ ഭാര്യ, അവളെ പറ്റി നീ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് അവളിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? എവിടെയാണ് അവളുടെ വീട്? രഘു, എൻ്റെ ബാധ്യതകളെ കുറിച്ച് നിനക്കറിയാമല്ലോ. കടക്കാരെ ഭയന്ന് ഞാൻ ദിവസവും വീട്ടിലേക്ക് പോകുന്നത് അർദ്ധരാത്രികളിലാണ്. ഒരു ദിവസം ഞാൻ അങ്ങനെ വരുമ്പോൾ ബൈക്കിന്റെ വെളിച്ചത്തിൽ ഒരു രൂപം കണ്ട് ഞാൻ വണ്ടി നിർത്തി ശ്രദ്ധിച്ചു നോക്കി. അതൊരു പെൺകുട്ടിയായിരുന്നു, അതിസുന്ദരി. അവൾ എന്നെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. ഞാൻ കാര്യം തിരക്കി. ഈ അർദ്ധരാത്രി ഇവിടെ എന്താണ് നിനക്ക് കാര്യം? എന്തിനാണ് നീ കരയുന്നത്? കുറച്ച് നീങ്ങിയാണ് എൻ്റെ വീട്, അവൾ പതിയെ പറഞ്ഞു തുടങ്ങി. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനുമാണ് ഉള്ളത്. എനിക്കൊരു അനുജത്തി ഉണ്ടായിരുന്നു. അവൾക്കൊരു മാരക രോഗം വന്നു. വീട് വരെ പണയപ്പെടുത്തേണ്ടി വന്നു. പക്ഷേ അനുജത്തിയെ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല. ആ കടം ഞങ്ങൾക്ക് വലിയ ബാധ്യതയായി. വലിയ പലിശയ്ക്കാണ് അന്ന് കാശൊക്കെ എടുത്തിരുന്നത്. അത് തിരിച്ചടയ്ക്കാതെ ആയപ്പോൾ കടം തന്ന ഫിനാൻസ് കമ്പനിയുടെ മാനേജർ ഞങ്ങളെ കാണാൻ വന്നു. കടമൊന്നും ഇനി വീട്ടാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഒരു വഴി പറഞ്ഞു തന്നു. എന്നെ അവർക്ക് കൊടുക്കണം. അവരുടെ ഉപയോഗം കഴിഞ്ഞാൽ എന്നെ അവർ ബോംബെയിലേക്ക് അയക്കും. ശേഷം എൻ്റെ ശരീരം വിറ്റ് അവർ ബാധ്യത തീർക്കാമെന്ന് ഇങ്ങോട്ട് പറയുന്നു. പണം മുഴുവൻ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നാണ് ആ ഒരു മാസം തീരുന്ന ദിവസം. ഒരു മകളുടെ ജീവിതമെങ്കിലും രക്ഷിക്കണമെന്ന് തങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നും അതുകൊണ്ട് നീ എങ്ങോട്ടെങ്കിലും പോകണമെന്നും അച്ഛൻ സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും എവിടെയാണ്? അവർ നിങ്ങളെ എന്തിനാണ് ഒറ്റയ്ക്ക് വിട്ടത്? അവർക്ക് കൂടി നിങ്ങളുടെ കൂടെ വന്നുകൂടെ? ഞാനും അത് ചോദിച്ചു പോയതാണ്. പക്ഷേ അതിനൊരു ഉത്തരം അവൻ എനിക്ക് തന്നില്ല. ആ പെൺകുട്ടി കണ്ണീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, എന്നും അവരെ അനുസരിച്ചുകൊണ്ടുള്ള ശീലം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ കാത്തു നിന്നില്ല. അവർ പറഞ്ഞത് കേട്ട് ഞാൻ പുറത്തേക്ക് ഓടി. അവളുടെ കണ്ണിലെ വേദന ഞാൻ കണ്ടു. എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ അവളോട് ബൈക്കിൽ കയറാൻ പറഞ്ഞു. അവൾ അതനുസരിച്ചു. അപ്പോൾ ചുറ്റും നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ചുറ്റും ഒരു പ്രത്യേക മണം പരക്കുന്നുണ്ടായിരുന്നു. അവളെ രക്ഷിക്കണം എന്നതുകൊണ്ട് മാത്രമായിരുന്നില്ല ഞാൻ അവളെ വണ്ടിയിൽ കയറ്റിയത്. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് അവളെ നന്നേ ബോധിച്ചു. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ കൂടുതലൊന്നും എനിക്ക് ചിന്തിക്കാൻ സാധിച്ചില്ല. ഞാൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോകും. അയൽപ്പക്കത്തെ പലരും എന്നോട് ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഞാൻ പറഞ്ഞു, അവൾ എൻ്റെ പ്രണയിനിയായിരുന്നു, ഇപ്പോൾ എൻ്റെ ഭാര്യയായി മാറി എന്ന. നീ പിന്നീട് ഒരിക്കലും അവൾ പറഞ്ഞ ആ വീട് അന്വേഷിച്ച് പോയില്ലേ? രഘു സംശയത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു. ഉവ്വ്, ഞാൻ പോയി. പക്ഷേ അവിടെ ഞാൻ കാണുന്നത് ഞെട്ടിക്കുന്ന മറ്റൊന്നായിരുന്നു. എന്തായിരിക്കും അത്?